ഹായ് ഗൈസ്, ഇവിടെ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇപ്പം ഈ രാത്രിയിൽ ഒരു സംഭവം നടന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നു? ഹോ, അതെന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും ഇപ്പം ഈ പടം റിലീസായതിൻ്റെ പേരിൽ ഇവിടെ വലിയ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് എന്ത് കുന്തയിലായിക്കോട്ടെ, പടം എങ്ങനെയേ ആയിക്കോട്ടെ. പടം ഞാൻ കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുറവുകൾ. അതൊക്കെ മാറ്റി നിർത്തിയാൽ പടം എക്സ്ട്രാ ഓർഡിനറിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറയാൻ പോകുന്ന സംഭവം എങ്ങനെ സംഭവിക്കാതെ ഇരിക്കാം. അതിനൊരു കാരണമില്ല, അത് സംഭവിക്കും. എന്തെന്ന് വെച്ചാൽ ഒരു മലയാള സിനിമയുടെ ഹിസ്റ്ററി എടുത്തു പോകണമെങ്കിൽ ഇതൊരു സംഭവം ആദ്യമായിട്ടാണ്. 48 മണിക്കൂർ കൊണ്ട് 100 കോടി. ഒരു മലയാള സിനിമ 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിലെത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഓ മൈ ഗോഡ്, ചിന്തിക്കാനേ വയ്യ. അത് സംഭവിച്ചു. എന്താണേലും സന്തോഷമുണ്ട്. ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. യൂട്യൂബ് തുറക്കാൻ വയ്യ, സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. ഹെയ്റ്റ് ക്യാമ്പയിനും അത് ഇത് നെഗറ്റീവ് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. എന്ത് തന്നെയാണേലും ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വീണ്ടും ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഒന്ന് കണ്ടതാ, വീണ്ടും കാണാൻ പോവാ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മലയാള സിനിമയുടെ ഒരു ചരിത്രമാണ്, വലിയൊരു സംഭവം. അപ്പം അതിനെ വീണ്ടും ഒന്നുകൂടെ കൈപിടിച്ച് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പം നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ, രാഷ്ട്രീയം പറയുന്നവർ രാഷ്ട്രീയം പറയട്ടെ. എന്ത് തന്നെയാണേലും മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ എമ്പുരാൻ ടീമിനും അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ചരിത്രം തന്നെ. 48 മണിക്കൂർ, അത് 2 ദിവസം കൊണ്ട്. എന്തല്ലേ, തെലുങ്കന്മാരുടെയിലും ഹിന്ദിക്കാരുടെ കയ്യിലും മാത്രം ഇരുന്നൊരു സംഭവം ഇപ്പം നമുക്കും കിട്ടി. ഓക്കെ.